അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ എന്തു ചെയ്യുകയാണ് എന്നൊരു കൗതുകം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുണ്ടാകും. ഏതായാലും അതിൻ്റെ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുടെ ഭാഗമായി ഇന്ന് ആസാമിലായിരുന്നു. ആസാമിൽ രാവിലെ തന്നെ ഒരു ക്ഷേത്ര സന്ദർശനത്തിന് പോലീസ് തടയുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഭട്ടദ്ര വസ്ത്ര ദേവാലയത്തിന് മുമ്പിൽ കുത്തിയിരിക്കുകയായിരുന്നു. പ്രാണപ്രതിഷ്ഠാ സമയത്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ ഒരു റാലി നടത്തുകയായിരുന്നു. അവർ കാളിഘട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അതിനുശേഷം സർവ്വവിശ്വാസ റാലി, അതായത് സർവ്വമത അല്ലെങ്കിൽ മതസൗഹാർദ്ദ റാലി എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. മമതാ ബാനർജി കാളിഘട്ട് ക്ഷേത്രത്തിൽ പോയതിനു ശേഷം മതസൗഹാർദ്ദ, അതായത് സർവ്വവിശ്വ റാലിയുമായി പോവുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം നടത്തിയത് ആം ആദ്മി പ്രവർത്തകർ ശോഭായാത്ര നടത്തി. ഒപ്പം സുന്ദർഖണ്ഡ് പാരായണം നടത്തി, അതായത് രാമായണ പാരായണം നടത്തിയിരുന്നു, ആരതി നടത്തിയിരുന്നു. എല്ലാ മന്ത്രിമാരും MLA-മാരും അവരുടെ കൗൺസിലർമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അതാണ് അരവിന്ദ് കെജ്രിവാൾ ഭരിക്കുന്ന ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ നടന്നത്. ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്രയിൽ മഹാ ആരതി നടത്തി. സ്റ്റാലിൻ BJP-യുമായി തർക്കത്തിലേർപ്പെടുന്നതിനാണ് ഈ ദിവസം ഉപയോഗിച്ചത്. പവാറും ലാലുവും അവരുടെ പരിപാടികൾ ഇന്ന് ഒഴിവാക്കിയിരുന്നു. അഖിലേഷ് യാദവ്, ഉത്തർപ്രദേശിലെ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് പറഞ്ഞത് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തന്നെ ക്ഷണിച്ച സംഘാടകരോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം പറഞ്ഞത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം താനും തൻ്റെ കുടുംബവും അയോധ്യ സന്ദർശിക്കുമെന്നാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.